ഹായ് ഗൈസ്. സോ നമ്മുടെ കൊറി എഴുതി കഴിഞ്ഞിരുന്നു. ഇനി അത് നമ്മുടെ കമ്പൗണ്ടുമായി കണക്ട് ചെയ്യാനുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ കൊറി റൺ ചെയ്യുമ്പോൾ നിലവിൽ നമ്മൾ കാണുന്ന സോങ് കമ്പൗണ്ടിൻ്റെ ഡാറ്റ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ലൈക്ക് പെർട്ടിക്കുലർ സോങ്ങിൻ്റെ ഡാറ്റ ID പാസ് ചെയ്യുന്ന ഡാറ്റ എടുക്കണമല്ലോ. സോ അതിന് നമുക്ക് കൊറി എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് സോങ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യണം ബാച്ചിൽ. അതിനായി ഞാൻ സോങ് ഡീറ്റെയിൽ കമ്പൗണ്ടിലേക്ക് ഇവിടേക്ക് വരികയാണ്, കൺട്രോൾ ഇങ്ങോട്ട് വരികയാണ്. സോ ഇവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റിയാക്റ്റ് അപ്പോളിൽ നിന്നും GraphQL ഹെൽപ്പർ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിരുന്നു തോന്നുന്നു സോങ് ക്രിയേറ്റിൽ. ഇപ്പോൾ GraphQL നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് തന്നെ ഈ ഹെൽപ്പർ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇത് എന്തിനാന്ന് വെച്ചാൽ കൊറിയും റിയാക്ട് കമ്പോണൻറ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹെൽപ്പറാണ് GraphQL എന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എഴുതിയ ഫെച്ച് സോങ് ഉണ്ട് ഇവിടെ, അതൊന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ എഴുതിയ ഫെച്ച് സോങ് ആണ്, അത് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഫെച്ച് സോങ്സ് അല്ല ഫെച്ച് സോങ് ആണെന്നുള്ളത്. അപ്പം ഞാനത് ഇമ്പോർട്ട് ചെയ്യാണ്. import fetch song from Corey's fetch song എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്തു. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം മൂവ് ആവുന്നുണ്ടെന്ന്. ഓക്കെ, നാവിഗേറ്റ് ആവുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇമ്പോർട്ടിങ് കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ആവുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫെച്ച് സോങ് ശ്രദ്ധിക്കണം എന്നുള്ളത്. ഒറ്റ സോങ് മാത്രമേ ഉള്ളൂ. ഫെച്ച് സോങ്സ് എന്ന് പറഞ്ഞാൽ വേറെ കൊറിയാണ് പോകുന്നത്. ഓക്കെ, നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഫെച്ച് സോങ് മാത്രമാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ വെച്ചാൽ ഹെൽപ്പറുണ്ട്, നമ്മുടെ കയ്യിൽ കൊറി ഉണ്ട്. ഇനി ഈ യൂസർ കാണുന്നതിൻ്റെ കറണ്ട് സോങ്ങിൻ്റെ ID എങ്ങനെ കിട്ടും, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ റിയാക്ട് റൗട്ടിൽ നിന്ന് നമുക്ക് സോൺ ID നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, index.js നമ്മൾ റിയാക്ട് റൗട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ. സോ ഈ കോൺഫിഗർ ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഓൾറെഡി സോങ് ID നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ യൂസർ ലൈക്ക് song/123 എന്ന് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ആ അങ്ങനത്തെ ഡാറ്റ ഒക്കെ വരുമ്പോൾ സോങ് കമ്പൗണ്ടിലേക്ക് ലോഡ് ചെയ്യുകയും പിന്നെ ഈ 123 എന്നുള്ളത് നമ്മുടെ സോങ് ID ആണല്ലോ, അത് പ്രോപ്സ് ആയിട്ട് നമുക്ക് സോങ് ഡീറ്റെയിലേക്ക് കിട്ടുകയും ചെയ്യും. സോ ഇവിടെ 123 എന്ന് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ അത് സോങ് ഡീറ്റെയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ URL ഡാറ്റ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ സോങ് ഐഡിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കത് ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടേക്ക് ഡാറ്റ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. അതെങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമുക്കൊരു കൺസോൾ ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് കൺസോൾ ഇട്ട് നോക്കാം. console.log of this.props. ഓക്കെ, ഇനി സേവ് ചെയ്യുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബിൽഡ് കമ്പൈൽ സക്സസ്ഫുള്ളി ആണ്. എന്നിട്ട് ഇവിടെ /123 ചുമ്മാ ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കൺസോൾ ഇട്ടിട്ട് എൻ്റർ ചെയ്യാം, ഒന്ന് റീലോഡ് ചെയ്യാം. സോ നമുക്ക് ഡാറ്റ വരുന്നുണ്ട്. this.propsൽ നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്തപ്പോൾ. ഓക്കെ, സോ ഇവിടെ ഈ പ്രോപ്സ് കുറേ ഡാറ്റ വരുന്നുണ്ടല്ലോ, ലൈക്ക് കുറേ കീ വാല്യൂസ് ഉണ്ട്, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ ഒബ്ജക്റ്റിൻ്റെ. സോ ഈ പ്രോപ്പർട്ടീസൊക്കെ റിയാക്ട് റൗട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീസാണ്. ഓക്കെ, സോ ഇതിൽ ബേസിക്കലി നമുക്ക് കിട്ടേണ്ട ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ this.params.id എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്, 1 എന്ന് വരുന്നുണ്ട്. ഉണ്ടോ? സോ ഇതാണ്. ഇപ്പം ഞാനിവിടെ 23 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ കൺസോളിലേക്ക് വന്നു, ഇവിടെ 123 വന്നു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു URL ഇപ്പോൾ ABC 123 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പരാംസിൽ കൺസോളിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഡാറ്റ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ കൊടുക്കുന്നുള്ളൂ. റിയൽ സോങ് ID നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കറസ്പോണ്ടിങ് ഡാറ്റ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത് കൊറി വയറപ്പ് ചെയ്യുന്ന മുമ്പ് നമ്മൾ എന്താ വെച്ചാൽ ശരിയായ സോങ് ID ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഫേക്ക് ID കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ നിന്ന് നമുക്ക് എറർ കിട്ടും. കാരണം ഇപ്പോൾ 123 എന്ന് പറഞ്ഞ ID നമുക്ക് പ്രസൻ്റ് അല്ല ബാക്ക് എൻഡിൽ. സോ അതുകൊണ്ട് നമുക്ക് എറർ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം DBയിലുള്ള ഡാറ്റ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ആണ്.
അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഗ്രാഫിക്കൽ ടൂൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഒരു റെയിൻ പാട്ട്. സോ അതെടുത്തിട്ട് ഞാനിവിടെ തൽക്കാലം ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് കൺസോൾ ലോഗോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയാൽ അവിടെ വാലിഡ് ഐ ഡി കോപ്പി ചെയ്ത് നമുക്ക് വാലിഡ് ഔട്ട്പുട്ട് കിട്ടും. ലൈക്ക് പെർട്ടിക്കുലർ ഐ ഡി, ഡാറ്റാബേസിലുള്ള ഐ ഡിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ സിംഗിൾ കോഡ്സ് ഒന്നും കോപ്പി ചെയ്യേണ്ട, സ്ട്രിങ്ങിൽ ഡബിൾ കോഡ്സ് കോപ്പി ചെയ്യേണ്ട, ഡാറ്റ മാത്രം പാസ് ചെയ്താൽ മതി. ഇവിടെ // ഇത് അല്ലാണ്ട് ഡബിൾ കോഡ്സ് ഒന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സോങ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ അത് URL ID ആണ്, കമ്പോണ്ടിലേക്ക് ഡാറ്റയായി വരുന്നത് നമ്മൾ പറയുകയും ചെയ്തു. ഓക്കെ, നമ്മൾ ഈ ഡൈരി കിട്ടിയത് കമ്പോണ്ടിലേക്ക് ഈ ഡാറ്റയായിട്ട് വരുന്നുണ്ട്. എവിടെ? നമ്മുടെ this.props.params.id എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രാഫ്ക്യൂഎൽ ഹെൽപ്പർ ഫെച്ച് ക്വറി സോങ്ങും സോങ് ഡീറ്റെയിൽ കമ്പോണ്ടായിട്ട് ഇവരെ കണക്ട് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളത്. സോ എക്സ്പോർട്ട് ഡീഫോൾട്ട്, ഇവിടെ ഞാൻ GraphQL കൊടുക്കുകയാണ്, ഓഫ് ഈ ക്വറി എടുക്കുകയാണ്, ഫെച്ച് സോങ് ഓഫ് സോങ് ഡീറ്റെയിൽ. ഓക്കെ, ഫെച്ച് song ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇത് നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലെന്ന് തോന്നും, കാരണം നമ്മൾ മുമ്പ് ചെയ്ത ക്വറീസ് പോലെ തന്നെയാണല്ലോ ഇത് വന്നിരിക്കുന്നത്. ഹെൽപ്പർ വെച്ചിട്ട് ആദ്യം ക്വറി വെച്ചിട്ട് പറയുന്നു, അത് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും, ആ ഫംഗ്ഷനെ രണ്ടാമത് കമ്പോണൻറ്റ് പാസ് ചെയ്തിട്ട് കോൾ ചെയ്യുന്നു എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ അത് കോൾ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനാക്കി റിട്ടേൺ കിട്ടുക, ആ ഫംഗ്ഷനെ പിന്നെയും കോൾ ചെയ്യും, ഈ കമ്പോണൻറ്റ് പാസ് ചെയ്തിട്ട് ഒരു ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്തിട്ട് കോൾ ചെയ്യുന്നു. സോ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഗ്രാഫിക്കൽ ടൂൾ നമ്മൾ എഴുതിയ ക്വറി ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്താണ് ഗ്രാഫിക്കൽ ടൂളിൽ എഴുതിയ ക്വറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ID പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ID ക്വറി വേരിയബിൾ നിർബന്ധമായി വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ. സോ റിയാക്ട് ഔട്ടിൽ നമുക്ക് ഒരു എന്താ പറയുക, ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് റിയാക്ട് ഔട്ടറിൽ നിന്ന്. നമ്മുടെ this.props. എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് params.id എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ അത് ക്വറിയിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. ഓക്കെ, അതിന് URL ഉള്ള params.id ഓട്ടോമാറ്റിക്കായിട്ട് ക്വറിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതിന് നമ്മൾ മാനുവലി ഗ്രാഫിക്കൽ ടൂളിനെ അറിയിക്കേണ്ടതുണ്ട്. ഈ ക്വറി റൺ ചെയ്യുമ്പോൾ നമ്മൾ props.params.id എടുത്ത് വേരിയബിളായി പാസ് ചെയ്യണമെന്ന് നമുക്ക് മാനുവലി പറയണം. ഓക്കെ, സോ മ്യൂട്ടേഷനിലും ക്വറിയിലുമുള്ള ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് ഓർത്താൽ മനസ്സിലാവും. സോങ് ക്രിയേറ്റ് കമാൻഡിൽ മ്യൂട്ടേഷൻ റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, എന്നിട്ട് മ്യൂട്ടേഷനിൽ നമ്മളെന്താ വെച്ചാൽ മാനുവലായിട്ട് കോൾ ചെയ്യണം ഇവിടെ എന്താണ് വാല്യൂ പാസ് ചെയ്യുന്നത്. സോ അതുപോലെ വേരിയബിൾ പാസ് ചെയ്യാൻ ഒരു ക്ലിയർ ലൊക്കേഷനുണ്ട്. പക്ഷേ ക്വറീസിൽ ഗ്രാഫ്ക്യൂഎൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം ഇവിടെ, കാരണം ഇത് നമ്മൾ പറയുകയാണ്, പക്ഷേ നമ്മുടെ സോങ് ഡീറ്റെയിലിൽ ഗ്രാഫ്ക്യൂഎൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്വറീസൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കമ്പൗണ്ടിൽ ഇപ്പോൾ ക്വറി വേരിയബിൾ ഇല്ല, ആക്ച്വലി ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല. പക്ഷേ അപ്പോളോ ടീം ഇതിനകം തന്നെ ഇതിൻ്റെ ഇഷ്യൂ ആയി അവർ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കും ക്വറി വേരിയബിൾ സഹിതം ക്വറി റൺ ചെയ്യേണ്ടി വരുന്നവർക്കറിയാം. ഓക്കെ, അതുകൊണ്ട് അപ്പോളോ ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസ് ഒരു ഫീച്ചറായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് കമ്പോണ്ടിൽ നിന്ന് ഡാറ്റ എടുത്ത് ക്വറിയിലേക്ക് വേരിയബിൾസ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനുള്ള കോഡ് സെറ്റപ്പ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെച്ച് സോങ് കഴിഞ്ഞിട്ട് ഒരു കോമിഡ, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതൊരു ഫങ്ഷനാണ്, അതിൻ്റെ വാല്യൂ പ്രോപ്സ് എന്നിട്ട് പിന്നെയും ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ റിട്ടേൺ, എന്നിട്ട് പിന്നെ ഒരു കേർലി ബ്രാക്കറ്റ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക, വേരിയബിൾസ്, എന്നിട്ട് ID കോളൻ props.params
ഡോട്ട് ഐ ഡി നമ്മൾ കൊടുത്തു. ഓക്കെ, സോ നമ്മളിത് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. സോ ഗ്രാഫിക്കൽ ഇവിടെ നമ്മൾ പറഞ്ഞു, ഗ്രാഫിക്കൽ എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പറാന്നുള്ളത് പറഞ്ഞിരുന്നു. സോ അതിന് ഫെച്ച് ക്വറി നമ്മൾ സോങ്ങിലേക്ക് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫംഗ്ഷനിൽ ഈ ക്വറി ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ പാസ് ചെയ്തിരുന്നു. ഇവിടെ ക്വറി ഫെച്ച് സോങ് മാത്രമല്ല, സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് ഒരു ഒബ്ജക്റ്റും കൂടി നമ്മളിപ്പോൾ കറൻ്റ്ലി പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒബ്ജക്റ്റിൽ ഓപ്ഷൻസ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫംഗ്ഷനാണ് ആക്ച്വലി. ഓപ്ഷൻസ് പ്രോപ്പർട്ടിയിൽ എന്താ കിടക്കുന്നത് വെച്ചാൽ അതിൽ ഫംഗ്ഷൻ കിടക്കുന്നത്, ആർഗ്യുമെൻ്റായിട്ട് കിട്ടുന്നത് പ്രോപ്സും അതിൽ. ഓക്കെ, അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ നിന്ന് റിയാക്ട് ഔട്ടിൽ നിന്ന് വന്ന പാരാംസ് ഡോട്ട് ഐ ഡി ആണുള്ളത്. ഈ പ്രോപ്സ് ഡോട്ട് പാരാംസ് ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് റിയാക്ട് ഔട്ട് വന്ന പാരാംസ് ഡോട്ട് ഐ ഡി കിട്ടും. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റാണ്, വേരിയബിൾസ് ഐ ഡിയുടെ ഉള്ളിൽ പ്രോപ്സ് ഡോട്ട് പാരാംസ് ഡോട്ട് ഐ ഡി എന്ന് പറയും. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അപ്പോളോ ക്വറി റൺ ചെയ്യുമ്പോൾ യു ആറിൽ നിന്ന് കിട്ടുന്ന പ്രോപ്സ് ഡോട്ട് പാരാംസ് ഡോട്ട് ഐ ഡി ഇല്ലേ, അത് ക്വറിയിൽ ഈ ഐ ഡി വേരിയബിളിൽ ഇഞ്ചെക്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾ കേർലി ബ്രേസസ് ഒന്ന് കൺഫ്യൂസ് ആയിരിക്കാം, കാരണം കുറേ 1 2 3 4 4 കേർലി ബ്രാക്കറ്റ് ആക്ച്വലി ഉണ്ട്. സോ അത് കോഡ് എഴുതുമ്പോൾ നിങ്ങളൊന്ന് ട്രിപ്പിൾ ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. ഇനി നോക്കാം നമ്മുടെ കമ്പൗണ്ട് ഹൈറാർക്കിയുടെ ചിത്രം. സോ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കമ്പൗണ്ടിൻ്റെ ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ റിയാക്ട് റൗട്ടറിൽ ഏറ്റവും മുകളിലാണ് നമ്മൾ കൊടുക്കുന്നത്. യു ആർ എൽ അത് ചെക്ക് ചെയ്യുന്നു. യു ആർ എൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ song/colon ഐ ഡി എന്നുണ്ട്, നമുക്ക് ഒരു ഐ ഡി കൊടുക്കുന്നുണ്ട്. ഇവിടെ 5 ആണ്. ഓക്കെ, സോ പ്രോപ്സ് ഒബ്ജക്റ്റിൽ അത് ഐ ഡി കിട്ടുന്നു. ഓക്കെ, കമ്പൗണ്ട് ഫയലിൽ അത് നമ്മൾ എന്താ വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ഡീഫോൾട്ട് GraphQL എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിരുന്നു നേരത്തെ. ഇവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് GraphQL എന്ന് പറഞ്ഞു. അതായത് സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റ് GraphQL ഹെൽപ്പർ കൊണ്ട് റാപ്പപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റ് GraphQL ഹെൽപ്പർ വെച്ചിട്ട് നമ്മൾ റാപ്പപ്പ് ചെയ്തിരിക്കുന്നു. സോ പ്രോപ്സിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കരുതുന്നത് റിയാക്ട് റൗട്ടറിൽ നിന്ന് ഡയറക്റ്റ് സോങ് ഡീറ്റെയിലേക്ക് ആയിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല ഇതിൻ്റെ ഫ്ലോ വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ റിയാക്ട് റൗട്ടറിൽ നിന്ന് നേരെ പ്രോപ്സ് GraphQLിലേക്ക് പോയിട്ട് GraphQL ഹെൽപ്പറിൽ നിന്നാണ് നേരെ സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റിലേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് GraphQL ഹെൽപ്പറിന് സോങ് ഡീറ്റെയിലിൽ പോകുന്ന പ്രോപ്സിനെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ഓപ്ഷൻസ് ഒബ്ജക്റ്റിലും ഉപയോഗിച്ചിരുന്നത്. സെയിം തന്നെയാണ് ഇവിടെ ഓപ്ഷൻസ് ഒബ്ജക്റ്റിൽ യൂസ് ചെയ്യും. ഈ പ്രോപ്സ് ആദ്യം ഇതിലേക്കല്ല വരുന്നത്, നേരെ ഹെൽപ്പറിലേക്ക് പോയിട്ട് ഹെൽപ്പറിൽ നിന്നാണ് പിന്നെ കിട്ടുന്നത് ആക്ച്വലി. ഓക്കെ, സോ പ്രോപ്സിൽ ഓപ്ഷൻസ് ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ഉണ്ട്. ഓക്കെ, അത് ഇത് തന്നെയാണ് ആക്ച്വലി, സെയിം പ്രോപ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. രണ്ടും എന്താ പറയുക സെയിം തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻസ് പ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കൊടുത്തത് പ്രോപ്സ് ഡോട്ട് പാരാംസ് ഡോട്ട് ഐ ഡി ആണ് ആക്ച്വലി. ഇവിടെ വരുന്ന അതേ പ്രോപ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുക. സോ ഞാനിവിടെ കറൻ്റ്ലി ഇവിടെ റൺ ചെയ്യുന്നത് 1 2 3, ഇവിടെ 1 2 3 ഈ നമ്പറാണ് ഉണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ്ലി ആ നമ്പർ ഇവിടെ ഈ ഐ ഡി ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിലൂടെ പ്രോപ്സിൽ നിന്ന് ഐ ഡിയിലേക്ക് ഐ ഡി ഇതിലെന്താ വെച്ചാൽ പ്രോപ്സിൽ നിന്ന് ഈ ഐ ഡി എടുത്ത് അതിനെ കുറേ വേരിയബിൾ ഐ ഡിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബ്രൗസറിലൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഞാനിപ്പോൾ സേവ് ചെയ്ത് വയ്ക്കാം. നമ്മൾ എഴുതിയത് സേവ്ഡ്, ഒന്ന് കമ്പൈൽ ചെക്ക് ചെയ്യാം. സക്സസ്ഫുള്ളി കമ്പൈൽഡ് ആണ്. എന്നിട്ട് നമ്മളിവിടെ പോയിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു വാലിഡ് ആയിട്ടുള്ള ഐ ഡി ഞാൻ ഗ്രാഫിക്കൽ ടൂളിൽ നിന്ന് ഓൾറെഡി എടുത്തു. ഈ ഐ ഡി എടുത്തിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. വാലിഡ് ആയിട്ട് ഐ ഡി കൊടുക്കണം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് സോങ് നോട്ട് ഫൈൻഡ് എന്നോ അല്ല എറർ വരും ആക്ച്വലി. സോ റൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇത് കൺസോളൊക്കെ ഞാൻ ക്ലിയർ ചെയ്യണം. നമുക്ക് റീലോഡ് ചെയ്യാം. ഇപ്പോൾ റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും 2 കൺസോൾ ലോഗ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തത് ക്വറി ഇപ്പോഴും റൺ ചെയ്യുന്ന സമയത്ത് തന്നെയുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ക്വറി റൺ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല, അതാണ്. രണ്ടാമത്തേത് ക്വറി റിസോൾവ് ആയ ശേഷമാണ് ഉള്ള കൺസോൾ ലോഗാണത്. ഓക്കെ, രണ്ടാമത്തെ ലോഗ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഡാറ്റയിൽ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ സോങ്. ഓക്കെ,
data.song ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഐ ഡി കിട്ടും. നമ്മൾ കൊടുത്ത ഐ ഡിയിൽ നമുക്ക് ടൈറ്റിലും കിട്ടി എന്താണ് വരേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ പ്രോപ്സിൽ കറക്റ്റായിട്ട് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നു, ഇത്തിരി വലിയ വീഡിയോ ആയിരിക്കും. നിങ്ങളൊന്നും കൂടി പതുക്കെ ഗോ ത്രൂ ചെയ്യാതെ എന്നെക്കൊണ്ട് എക്സ്പ്ലെയിൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് ലോട്ട്, ബൈ.